ഹലോ. ഭരണങ്ങാനം പള്ളി വരെ ഒന്ന് പോയാലോ? ഇപ്പൊ അവിടെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ദേ ഞങ്ങളുടെ മുൻപിലാ പോകുന്ന വണ്ടി തിരുനാൾ നേർച്ചയായ ഉണ്ണിയപ്പമായി പോകുന്നതാണ് കേട്ടോ. അത് ഇറക്കി വെക്കാനാണ് ഞങ്ങളുടെ ഒരു ചെറു സംഘം ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഇതേ ഈ ഒരു സമയം ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് എത്താറുണ്ട്. വണ്ടി വന്നപ്പോഴേ തന്നെ ഉണ്ണിയപ്പം ഇറക്കാൻ തുടങ്ങി. ഏകദേശം 2000 കിലോയോളം ഉണ്ണിയപ്പമാണ് ഇന്നിറക്കിയത്. ഈ വന്നവരാരും ഒന്നും പ്രതീക്ഷിച്ച് വന്നവരല്ല. അൽഫോൻസാമ്മയോടും ഭരണങ്ങാനത്തോടുമുള്ള ഒരു പ്രത്യേക ഇഷ്ടവും ഒരു കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാനും കൂടി കേട്ടോ കുറച്ച് നേർച്ചയപ്പം ചുമക്കാൻ. വർഷത്തിൽ ഏതാണ്ട് 5000-7000 കിലോയോളം ഉണ്ണിയപ്പമാണ് തിരുനാളിലേക്ക് മാത്രമായിട്ട് ഇവിടെ എത്തിക്കുന്നത്. പാലാരൂപതയ്ക്കൊപ്പം ഏകദേശം 5ഓളം രൂപതകളിൽ തന്നെ ഈ ഉണ്ണിയപ്പം എത്താറുണ്ട്. ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെ പറ്റി പറയാതിരിക്കാനാവില്ല. ഇതാണ് ജാസ്മിൻ ചേച്ചിയും അജിത് ചേട്ടനും. പാലാരൂപതയിലെ തൊടങ്ങനാടാണ് ഇവരുടെ സ്വദേശം. കാഴ്ച നഷ്ടപ്പെട്ട ജാസ്മിൻ ചേച്ചിയുടെ കൈപുണ്യത്തിലും അജിത് ചേട്ടൻ്റെ കൈത്താങ്ങിലുമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ജീവിതം അൽഫോൻസാമ്മയെ പോലെ സഹനം നിറഞ്ഞതാണെങ്കിലും കുറവുകളിൽ പരിഭവമോ പരാതികളോ ഇല്ല ജാസ്മിൻ ചേച്ചിക്ക്. ചെയ്യുന്ന കാര്യങ്ങളിലും വർത്തമാനത്തിലുമെല്ലാം അവർ ഈശോയിലേറെ സന്തോഷമുള്ളവരാണെന്ന് അവരുടെ മുഖം തന്നെ പറയും. ചേച്ചിക്ക് താങ്ങായിട്ട് അജിത് ചേട്ടനും എപ്പോഴും ഒപ്പമുണ്ട്. ഇവരുടെ ഈ സ്നേഹക്കൂട്ടായ്മയിൽ ഒത്തുചേരുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മറക്കാതെ സ്ഥിരമായി ഈ സമയം ഇവിടെ എത്തുന്നത്. തിരുനാളിൻ്റെ ഒരുക്കമായി പള്ളിയും പരിസരവും അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ ഒപ്പം പള്ളിയിലെ കൊച്ചച്ചന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. സമയം ഒരുപാട് വൈകിയിരുന്നെങ്കിലും അൽഫോൻസാമ്മയുടെ അടുത്ത് നല്ല തിരക്കായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അൽഫോൻസാമ്മയും കണ്ട് കൂടി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ നാളെ ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളാണ്. ആരും വരാൻ മറക്കണ്ട. ഓക്കെ, ബൈ.